ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച ഈ നാടും ഈ നാട്ടുകാരും അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന അഖിൽമാരാറുണ്ടായത്. അപ്പോൾ പലവിധ തിരക്കുകളും പലവിധ പ്രോഗ്രാമുകളും ഒക്കെ കാരണം കുറേ സ്ഥാപനങ്ങളുടെയൊക്കെ ഇനാഗുറേഷൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ബന്ധപ്പെട്ടിരുന്നു. സ്വീകരണങ്ങളുമായിട്ട് പലരും വിളിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഡിമോസിൻ്റെ സ്വഭാവശുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഒരു പ്രോഗ്രാമിൽ എത്താൻ കഴിഞ്ഞത്. അതിൽ അപ്പോൾ അന്ന് പോയ സമയത്തും ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങിയ സമയത്ത് അതിൻ്റെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഫർണിച്ചറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പല ഷോപ്പുകളിൽ പോയി. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൊച്ചിയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള പല ഫർണിച്ചർ ഷോപ്പുകളിലും പോയി ഞാൻ കണ്ടിട്ടുള്ള ഫർണിച്ചറുകൾ എല്ലാം തന്നെ നമുക്ക് ഒരു കുടക്കീഴിലെന്നതുപോലെ കാണാൻ എനിക്ക് ഡിമോസിൽ കഴിഞ്ഞിരുന്നു. ഇത് ഞാൻ വെറുതെ ഇപ്പോൾ പരസ്യത്തിന് വിളിച്ചാലും കാശ് തന്നാലൊന്നും എനിക്ക് ഇല്ലാത്തതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അത് ഞാൻ വളരെ സത്യസന്ധമായി തന്നെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചില ആൾക്കാരൊക്കെ എന്നെ പരസ്യങ്ങൾക്ക് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാനത് പലപ്പോഴും പറയാതിരുന്നിട്ടുണ്ട്. നാളിതുവരെയും ഒരു പ്രോഡക്റ്റിൻ്റെയും പരസ്യം ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഉപയോഗിച്ച് ഫലപ്രദമല്ലാത്തതൊന്നും നല്ലത് എന്ന് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ടും പറയുന്നത് സത്യസന്ധമായിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടും അങ്ങനെയുള്ള എന്തെങ്കിലും വേണ്ടിയിട്ട് നിലപാടുകൾ തിരുത്തുകയോ കള്ളത്തരം പറയുകയോ ചെയ്ത് ശീലമില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വാചകം എൻ്റെ ഉള്ളിൽ തട്ടി തന്നെ പറഞ്ഞതായിരുന്നു. ഞാൻ അവരോട് അവിടെ വെച്ച് പറയുകയും അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കൊട്ടാരക്കരയിലെ ഡിമോസിൻ്റെ സോഫാബസിൻ്റെ ഇനാഗുറേഷനെ വിളിച്ച സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ വരാൻ സമ്മതിച്ചു. എന്നോട് ആദ്യം ചോദിച്ചത് ആക്ച്വലി 1-ാം തീയതി ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഒരു ചെറിയൊരു സംരംഭം എറണാകുളത്ത് ആരംഭിച്ചിരുന്നു, ഒരു ബ്യൂട്ടി സലൂൺ ആരംഭിച്ചിരുന്നത് 2-ാം തീയതി ആയിരുന്നു ഇനാഗുറേഷൻ. അപ്പോൾ അത് 1-ാം തീയതി അന്ന് വരാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് അവർ മാറ്റി 5-ലേക്ക് മാറ്റി. ഒരുപാട് സന്തോഷം. അപ്പോൾ സെക്യൂരിക്ക വിളിച്ച് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പുള്ളി താഴെയിട്ടില്ലായിരുന്നു, ഫുൾ ടൈം പട്ടായാലാന്ന് തോന്നുന്നു. ഇപ്രാവശ്യം എന്തായാലും നല്ല സംരംഭകരുണ്ടാവട്ടെ, നല്ല വ്യവസായങ്ങളുണ്ടാവട്ടെ. കാര്യം ഓരോ വ്യവസായ സംരംഭങ്ങളും നാടിൻ്റെ വലിപ്പമാണ് നാടിനെ മൂർച്ചയായി മാറ്റുന്ന ഒന്നാണ്. തൊട്ടപ്പുറത്ത് ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഭാഗമായി 2015 മുതൽ 17 വരെ അതിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗം വരെ എല്ലാം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ദൗർഭാഗ്യവശാൽ ആ സ്ഥാപനത്തിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ആ മുതലാളിയല്ല ബാധിച്ചത്, നമ്മുടെ നാടിനെയാണ് ബാധിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു വ്യവസായം ചെയ്യുന്ന ഓരോ മുതലാളിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യകത എന്തെന്നാൽ ഈ നാടിന് ലഭിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ അതിലൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാം നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, നന്നാക്കി എടുക്കാനാണ് പ്രയാസം. തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം, ചോദ്യം ചെയ്യാം. പക്ഷേ ഒന്നിനെയും നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക, പരമാവധി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് ഒരു അഖിൽമാരാറുണ്ടായതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് ധാരാളം പേർ ഉണ്ടാവട്ടെ. ഈ നാടിനെ പല രീതിയിൽ പല മേഖലകളിൽ എത്തിച്ച ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നവരെയും നമ്മൾ ഹാർദവമായി സ്വാഗതം ചെയ്യുക. അപ്പോൾ എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഡിമോസിൻ്റെ സോഫാബസിലെ കാര്യങ്ങൾക്കാണ് വിളിച്ചത്. എന്നിരുന്നാലും വരാൻ പോകുന്ന ക്രിസ്മസ് ഉണ്ട്, വരാൻ പോകുന്ന ന്യൂ ഇയർ ഉണ്ട്. എല്ലാവർക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു പുതുവർഷം ഉണ്ടാവട്ടെ, അതിമനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ഉണ്ടാവട്ടെ. മുന്നോട്ടുള്ള ജീവിതം മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സോഫാബസിൻ്റെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.